കേരള ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് നീതി കിട്ടിയില്ല. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും തിറങ്ങി വെക്കാനാണ് കേരള ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ന്യായമായ ഒരു MLA കിട്ടുന്ന ന്യായമായ ഒരു സംഖ്യ അല്ലാതെ അതിൽ കൂടുതലായ എന്തെങ്കിലും ഒരു പ്രത്യേകത KK രമയ്ക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തില്ല. എന്നിട്ടും ആ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ചു. ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റി ആണെങ്കിൽ KK രമയെ ഒരു MLA ആയിട്ട് അംഗീകരിക്കുന്നില്ല. ഒരു പരിപാടിക്ക് KK രമയെ വിളിക്കാറില്ല. മുനിസിപ്പൽ പ്രദേശത്ത് ഒരുപാട് പദ്ധതികൾ KK രമ കൊണ്ടുവന്ന് അതെല്ലാം തന്നെ അവരുടെ മാർക്സിസ്റ്റ് നഗരസഭയുടെ എതിർപ്പ് നേരിട്ടുകൊണ്ടാണ്. അവരുടെ ഒരു സഹായമില്ലാതെ വെറും ജനകീയ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ തക്ക രീതിയിൽ ഒരുപാട് പദ്ധതികൾ വടകര നഗരസഭയ്ക്കുള്ളിൽ പോലും KK രമ കൊണ്ടുവന്നിട്ടുള്ളത്. 1000 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഒരു തുറമുഖ നഗരമാണ് വടകര പട്ടണം. ആ പട്ടണത്തിൽ പഴയ കാലത്തെ പ്രതാപ ഐശ്വര്യങ്ങളുടെ പൗര കൊട്ടാരങ്ങൾ ആയിരുന്ന ഒരു സ്ഥലമാണ്. പഴയ പാണ്ഡികശാലകളും പഴയ ഇതൊക്കെ കാണും അവിടെ. അതൊക്കെ തകർന്നടിഞ്ഞു പോയി. ആ പൈതൃക നഗരി വീണ്ടെടുക്കാനും വടകരയുടെ പഴയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാനായി കോടിക്കണക്കിന് റുപ്യ ചിലവാക്കിക്കൊണ്ട് ഒരു പൈതൃക നഗരം വടകര താഴെയങ്ങാടി പ്രദേശത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇവർ ആവിഷ്കരിക്കുകയും അതിൻ്റെ പൂർണ്ണമായിട്ടെങ്കിലും അതിൻ്റെ ഏതാണ്ട് പകുതിയോളം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്.